ഹായ്, ഞാനിപ്പോൾ ഉള്ളത് തജിക്കിസ്ഥാനിലെ MSITയിലാണ്. എൻ്റെ കൂടെയുള്ളത് ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് ഹനീൻ ഫ്രം മലപ്പുറം. എങ്ങനെയുണ്ടായിരുന്നു ഹനീൻ നാട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള ജേർണി? ഇറ്റ് വാസ് ഒരു ഓവറോൾ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. നാട്ടിൽ നിന്ന് പെട്ടെന്നൊരു നിമിഷത്തിലായിരുന്നു ഇങ്ങോട്ടുള്ളൊരു യാത്ര. MBBS എന്നുള്ളത് ഒരു ഡ്രീം ആയിരുന്നോ? അതെ, ചെറുപ്പം മുതലേ ഒരു ഡ്രീം ആയിരുന്നു. ഇതിന് പുറകിൽ എന്തെങ്കിലും നമുക്ക് MBBS അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടോ, അതോ ജസ്റ്റ് ഒരു ഡ്രീമിന്റെ ബേസിൽ വന്നതാ? MBBS നീറ്റ് കഴിഞ്ഞു, ഞാനിങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. MBBS നല്ലൊരു ഓപ്ഷൻ ആയതായിരുന്നു. നമ്മൾ ഒരു വേറെ രാജ്യത്ത് വന്ന് ഫീൽ ആണെങ്കിലും നമുക്ക് നാട്ടിലുള്ള അതൊരു ഫീലിംഗും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അക്കാഡമിക്സ് ബേസ്ഡ് ഒക്കെ ആണെങ്കിലോ? അക്കാഡമിക്സ് ആണ് എനിക്ക് കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് തോന്നി. കാരണം നമ്മുടെ സാറുമാരാണെങ്കിലും ഭയങ്കര നമ്മുടെ കൂടെ തന്നെ എപ്പോഴുണ്ട്. ഭയങ്കര കമ്പനിയാണ്. അവർ നമുക്കെല്ലാം പറഞ്ഞുതരും. ഏത് സമയത്തും അവരെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇത്തരം ഓപ്ഷൻസ് എല്ലാം നമുക്കൊരു വേറെ നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു പേടിയെല്ലാം മാറി അക്കാഡമിക്സിന്റെ കാര്യത്തിൽ. ഫ്രണ്ട്സ് ഒക്കെ പുറത്തുണ്ടോ? അവര് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? സ്റ്റഡീസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി ആണെങ്കിലും? അതെ, ഫ്രണ്ട്സ് കുറച്ച് പേര് പുറത്തുണ്ട്. അവർ പറയുന്നത് കുറച്ച് ഹാപ്പി ആണെങ്കിലും പക്ഷെ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് ഇവിടെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ. അക്കാഡമിക് ബേസ്ഡ് ഒക്കെ എങ്ങനെയാ? ക്ലാസ്സുകളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് അതൊരു പേടിയായിരുന്നു, അക്കാഡമിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇവിടെ വന്നേ പിന്നെ സാറുമാരായിട്ട് പരിചയപ്പെടലും, അവരെപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം അവരെ നമുക്ക് മെസ്സേജ് ചെയ്യാം. നമ്മുടെ ചോദ്യങ്ങൾക്ക് അവരെപ്പോഴും ഉത്തരം തരും. അവൈലബിലിറ്റി കൂടുതലാണ്. അത് തന്നെ. പിന്നെ എപ്പോഴും അവരുടെ ക്ലാസ്സുകളായിക്കോട്ടെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവർ നമുക്ക് എല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് പോലും ഇത്രയും പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് ഇവിടെ വന്നതിൻ്റെ ശേഷം എനിക്ക് കിട്ടിയത്. തജിക്കിസ്ഥാനിൽ കഡാവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഇവിടെ മീൻസ് ഡമ്മി കഡാവേഴ്സ്. നിങ്ങൾക്ക് ഡമ്മി ആണോ അതോ ഫ്രഷ് ബോഡിയിലുള്ള ഡൈസെക്ഷൻ ഒക്കെ ആണോ നടന്നിട്ടുള്ളത്? ആ ഒരു പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, ഡമ്മി ആണോ അല്ലേ എന്നൊക്കെ. പക്ഷെ ആദ്യം ഞങ്ങളോട് സാർ അനാട്ടമി സാർ ഞങ്ങളോട് പറഞ്ഞു ചെയ്തു, ഓഫ് കോഴ്സ് ദർ ഈസ് എ ഡെഡ് ബോഡി. അവർ പറഞ്ഞു അത് ബോഡി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലാതെ ഡമ്മി ആയിട്ടല്ല. അത് MBBSലെ ഒരു മെയിൻ സംഭവമാണല്ലോ. ഇവിടെ വന്നിട്ട് കൺട്രി ഒക്കെ ഇഷ്ടപ്പെട്ടോ? തജിക്കിസ്ഥാൻ എങ്ങനെയുണ്ട്? തജിക്കിസ്ഥാൻ ഒരുപാട് ഇഷ്ടമായി. കാരണം ഓവറോൾ നമ്മൾ കൺട്രിയെ ബേസ് ചെയ്യുമ്പോൾ ഒരു സിറ്റി വൈബാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആവശ്യത്തിനും എപ്പോഴും നമുക്ക് എല്ലാ ഷോപ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോസ്റ്റലിലായാൽ തന്നെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഷോപ്സ് ഉണ്ട്, നമുക്ക് പോയി വാങ്ങാനെല്ലാം അതൊരു എളുപ്പമാണ്. പിന്നെ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ, അപ്പം അതും കുറച്ചുകൂടി ഒരു അവൈലബിലിറ്റി ആണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാ? സൗത്ത് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഹോസ്റ്റലാണോ? മെസ് ഒക്കെ എങ്ങനെയാ? ഹോസ്റ്റല് സൗത്ത് ഇന്ത്യൻ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. മെസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെസ്സിൽ നമ്മുടെ കേരള ഫുഡ് തന്നെ. ഓഫ് കോഴ്സ് അത് ടേസ്റ്റിയാണ്. നമുക്ക് എപ്പോഴും മെനു ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞാൽ ബിരിയാണി കിട്ടുന്നുണ്ട് രാത്രിയാകുമ്പോൾ, നൈറ്റിൽ. അപ്പം ഫുഡിൻ്റെ കാര്യത്തിലും എനിക്ക് ഹാപ്പിയാണ്. ഓക്കെ, ഇനി വരാൻ പോകുന്ന മെഡിക്കൽ സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? വരാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് തജിക്കിസ്ഥാൻ ഓഫേഴ്സ് യു എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. വെരി അഫോർഡബിൾ ഫീസാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഓവറോൾ നമ്മുടെ കൺട്രിയുടെ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ബെസ്റ്റാണ്. അപ്പം തജിക്സ് എല്ലാവർക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ പറയപ്പെടും. ഓക്കെ, വരാൻ പോകുന്ന എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.